നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചുവരുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പല ഇലക്ഷന്റെയും അതിജ ചരിത്രത്തിന്റെയും കഥകൾ. കോട്ടയംകാർക്ക് പ്രിയങ്കരനാണ് ചിത്ര സ്റ്റുഡിയോയുടെ കൃഷ്ണേട്ടൻ. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കൃഷ്ണേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആദ്യം തന്നെ നമുക്ക് വിശേഷങ്ങൾ ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഇലക്ഷനാണ് പ്രധാന വിശേഷം. പിന്നെ ചൂട് മഴയില്ല. വലിയൊരു പ്രശ്നം. നാട്ടിലെ കൃഷികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഇല്ല. മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പ്രായമുള്ളവരൊക്കെ ഈ വേനൽക്ക് ഇറങ്ങിപ്പോയാൽ ഒരു ബോധം കെട്ട് വീഴും. അതേ കണ്ടീഷനാണ്. അതാണ് ഏറ്റവും വലിയ. അതിന്റെ കൂട്ടത്തിൽ ഇലക്ഷന്റെ പിന്നെ മറ്റു പരാതികൾ ദിവസങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഇത് രാവിലെ കേൾക്കുന്നു, വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ പിന്നെയും കേൾക്കുന്നു. ഇങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ ഒരു വലിയ വിശേഷം. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് നമ്മുടെ ചിത്ര സ്റ്റുഡിയോ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര നിമിഷങ്ങളൊക്കെയാണ്. അപ്പം ഓർമ്മകൾ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മകള്? ഇല്ല, പഴയ കാലത്ത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ തന്നെ ഞാൻ ഏതാണ്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഒരു 55, 58 വർഷമായി, 60 വർഷം ഏറെക്കുറയായി. അന്ന് കാലം മുതലേ പിന്നെ ഞാൻ ഈ പത്രത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഈ കണക്ഷൻ വരുന്നത്. ഞാൻ കോട്ടയം പ്രസ് ക്ലബ് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രസ് ക്ലബിന് വേണ്ടിയിട്ടും മറ്റ് കേരളഭൂഷണം, കേരളധ്വനി, മാതൃഭൂമി ഇങ്ങനെയുള്ള പത്രത്തിന് വേണ്ടിയിട്ട് പണ്ട് സ്ഥിരമായിട്ട് പടം എടുത്തുകൊണ്ടിരുന്നത്. മാതൃഭൂമിക്ക് ഞാൻ ഏതാണ്ട് 12 വർഷക്കാലം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പം നമ്മളാണ് നാഷണൽ മീറ്റ്. അത് എന്ത് വന്നാലും വേറെ ആരും വരില്ല, ഞാൻ തന്നെയാണ് അതെല്ലാം എടുത്ത് കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ആണ് ഞാൻ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ഇവർ ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്നത് എന്തോ നല്ലതാണെന്നുണ്ടല്ലോ, അല്ലേ വരൂല്ലല്ലോ. അപ്പം അന്നത്തെ കാലത്ത് പറഞ്ഞ TN ജേക്കബ്, നമ്മുടെ പിന്നെ PT തോമസ് പോലും തൊടുപുഴയിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ, ജോണി നെല്ലൂര്, ഇവരൊക്കെ അന്നത്തെ കാലത്ത് നമ്മളെ വിളിക്കും. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും പടമൊന്നും എടുക്കൂല. ഈ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഈ ക്യാമറയിൽ ഈ ഷീറ്റ് ഫിലിമാണ്. അപ്പൊ ഈ ഷീറ്റ് ഫിലിമിൽ നമ്മൾ കൂടിയ 2 or 3 ഫോട്ടോ എടുക്കും. ഇപ്പോഴാ സ്ഥാനത്ത് നമ്മൾ എത്രയാ ഫോട്ടോ എടുക്കുന്നത്? ഇന്നുമാത്രം ഫോട്ടോ എടുക്കും. അപ്പം ആ ടെക്നോളജിയുടെ ആ ഒരു കാലം. പക്ഷെ മറ്റേത് അളന്നു കുറിച്ച് ദൈവത്തിനെ വിളിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്തെ കണക്കിന് നോക്കുമ്പോൾ ഒരുപാട് പഴയ ആൾക്കാരുടെ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നമ്മുടെ പത്തനംതിട്ട ആന്റോ ആന്റണി ഇവിടെ വന്ന് ആദ്യത്തെ കാലത്ത് ഞാൻ ഫോട്ടോ കൊടുക്കുന്നത്. ആന്റോ ആന്റണി ആയിട്ട് നമ്മളിവരുമായിട്ടില്ല അടുപ്പമാണ്. അതാണ് അതിനകത്ത് ഒരു ബന്ധം വരുന്ന മുഴുവൻ ഈ പത്ര കണക്ഷനാണ്. പിന്നെ ഞാനുമായിട്ട് എല്ലാവരും അങ്ങനെ ഒരു അടുപ്പം. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ തിരുവഞ്ചൂര്, ഉമ്മൻചാണ്ടി, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പം MM ഹസൻ, പിന്നെ രമേശ് ചെന്നിത്തല, പിന്നെ കാർത്തികേയൻ, കോൺഗ്രസിലെ ഉള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ അടുപ്പം. അതെല്ലാം ഈ പത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി. അവരുടെ വീടുകളിൽ പോയായിരുന്നു ആ സമയത്ത്? വീട് മിക്കവാറും ഒക്കെ സ്റ്റുഡിയോയിലൊക്കെ. സ്റ്റുഡിയോ ഇപ്പം തുടങ്ങിയിട്ട് എത്ര വർഷം? ഇപ്പൊ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 48-50 വർഷം. 50 വർഷത്തോളം ആവും. അപ്പം ഞാൻ സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അത്രയായി 50 വർഷം. അതിനിടയ്ക്ക് ഞാൻ വേറെ ചില സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും വർഷമായി. എനിക്ക് പിന്നെ ഏതാണ്ട് ഇപ്പൊ 80 വയസ്സ് ഈ ഏപ്രിൽ 28-ന് ആകുകയും കൂടിയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മള് അന്നത്തെ കാലത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തേതുമായിട്ട് യാതൊരു ബന്ധമില്ല. അന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഒരു UDF-ഉം LDF-ഉം അന്നത്തെ കാലത്ത് പ്രധാന സംഭവമാണ്. അപ്പം UDF-കാരൻ ഒരു കവലയില് പിന്നെ കൊടിമര ഇടും. അപ്പൊ ഒരു കമുക്, അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം LDF-കാര് ഇട്ടു, UDF-കാര് വേറെ കമുക് ഇടും. പക്ഷെ ആ കമുകിന് പൊക്ക കൂടുതലുണ്ട്. പിറ്റേ ദിവസം ഇപ്പുറത്ത് ഈ കമുകയിൽ പിന്നെ വെച്ച് കെട്ടിയിട്ട് കൊടി പിന്നെ പോകും. അപ്പൊ ഇവരെന്ത് ചോദിച്ചാൽ അതിനേക്കാളും പോകും. അങ്ങനെ അപ്പൊ അതിനെല്ലാം വൈകുന്നേരം മീറ്റിങ്ങും കാര്യങ്ങളും അതിന്റെ ഒരു കവലയാണ്. അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ. പിന്നെ നമ്മളിപ്പം ചില ജംഗ്ഷനുകളിൽ കൂടെ പോയാൽ ആഞ്ഞിലി, അല്ലെങ്കിൽ ഒരു പ്ലാവ്, ഒരു മാവ്, PWD മരല്ലേ, ഇതിനെല്ലാം ഈ കൊടി പൊക്കി വെക്കും. അപ്പൊ ഈ കൊടി പൊക്കി വെക്കുന്നതിനാണ് അന്നത്തെ ഒരു വലിയ മത്സരമായിരുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പിന്നെ കാലത്തെ ഉമ്മൻചാണ്ടിയുടെ ചിഹ്നം എന്നാണെന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞാൽ തെങ്ങായിരുന്നു. ആദ്യത്തെ ഇലക്ഷന്റെ ഉമ്മൻചാണ്ടിയുടെ തെങ്ങ. അപ്പൊ എനിക്ക് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു സംശയം. ഞാനത് സ്ഥിരം പടമെടുക്കാൻ പോകുന്നതാണ്. ഇപ്പൊ പ്രസ് ക്ലബിൽ നിന്ന് ഞങ്ങൾ ഒരു വണ്ടിയില പുതുപ്പള്ളിക്ക് വന്നു. പുതുപ്പള്ളി ഇപ്പം വെട്ടത്ത് കവലയിലെ ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ക്ലബിൽ പറയും. അപ്പൊ ഞങ്ങൾ ഒരു വണ്ടിയിൽ പോകും.
അപ്പൊ ഞാനും ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പൊ അന്ന് വെട്ടത്ത് കവലയിൽ തെങ്ങ് കൊണ്ട് ഇടുകയാണ് ഫംഗ്ഷൻ, പിന്നെ മീറ്റിങ്ങും. അപ്പൊ ഈ തെങ്ങ് കൊണ്ടിരുന്നതിന് പണം എടുക്കാനായിട്ട് ഞാൻ പോകും. എന്നിട്ട് ഞാൻ മറ്റു പത്രത്തിലെല്ലാം കൊടുക്കും. ഇവരെനിക്ക് അതിന്റെ എക്സ്ട്രാ പൈസയും തരും. ഞാൻ കേരളഭൂഷൺ കേരളത്തിൽ എനിക്ക് കൊടുക്കുകയും ചെയ്യും. അതല്ലേ മാതൃഭൂമിക്ക് കൊടുക്കും. ഇതാണ് എന്റെ ജോലി. അപ്പൊ ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? വളരെ വളരെ വന്നു, വലിയ അടുപ്പായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ട്. എനിക്ക് പിന്നെ സ്ഥലം കൃഷി കാര്യങ്ങളൊക്കെ ആണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരുന്ന പല കാര്യത്തിനും ഞാൻ പോവുകയും, എത്ര പിന്നെ ആൾക്കൂട്ടം വീട്ടിൽ കാണാൻ പോയാൽ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് കൃഷിക്കാരെ കൊണ്ട് എന്റെ കൂട്ടത്തിൽ വരുവേ. അപ്പൊ ഒരു എന്റെ തല കാണുമ്പോഴത്തെ പുള്ളിയുടെ സെക്യൂരിറ്റി 1-2 പേരുണ്ട്, ഒരു മനോജൊക്കെ. അവര് പുള്ളിയുടെ ചെവി ചെന്ന് പറയാം. അപ്പൊ ആളിങ്ങനെ ഇടിച്ചു നിൽക്കുക, ഇങ്ങനെയല്ല രക്ഷപ്പെട്ടു വന്നു. ആ ഇടുക്കിയിലെ പിന്നെ കൃഷിക്കാരെല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാൻ എന്നും പറഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് കയറി. അങ്ങനെ ഒരു സ്നേഹബന്ധം എപ്പോഴും വെച്ചുകൊള്ളു. ഇപ്പോഴും അവസാനം പറ്റും. അവസാനം എങ്ങനെ ഇപ്പം നമ്മുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു മക്കൾ രാഷ്ട്രീയമാണ്. ഇപ്പം നമ്മുടെ കോട്ടയത്ത് നോക്കിക്കഴിഞ്ഞാലും ജോസ് കെ മാണി ഉണ്ട്, ചാണ്ടി ഉമ്മൻ ഉണ്ട്, അപ്പം പല തട്ടിലാണ്. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ? ആ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞ പിന്നെ ചാണ്ടി ഉമ്മൻ വന്നില്ലേ, ആ പുള്ളി ഇപ്പം നടപ്പും കാര്യങ്ങളും ഒക്കെ ചെന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ആ ബ്ലഡിൽ കൂടെ വരുന്ന എങ്ങനെ അവരുമായിട്ട് അടുപ്പാണ്. പിന്നെ എനിക്കെല്ലാ ആൾക്കാർക്കും അവരുമായിട്ട് അറിയാം. അതുപോലെ എ കെ ആന്റണി KPC പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇടുക്കിക്ക് പോയി. ഇടുക്കി കംപ്ലീറ്റ് പുള്ളി KPC ഞാനാണ് വീക്ഷണത്തിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ പുള്ളിയുടെ കൂട്ടത്തിൽ കാറിൽ ഇരുന്ന് പോയ ആളാണ്. ഒരു 3-4 ദിവസം എ കെ ആന്റണിയുടെ കൂടെ ഇരുന്ന് കവർ ചെയ്യാൻ പോയത്. എന്റെ കൂട്ടത്തിൽ വന്ന് പിന്നെ രാമേന്ദ്ര കുന്നപ്പള്ളി ഉണ്ടായിരുന്നു. കുന്നപ്പള്ളി ഇവിടുത്തെ കോട്ടയം കറസ്പോണ്ടന്റ്. അപ്പൊ അതൊരു വലിയ അനുഭവം. അന്നത്തെ കാലത്ത് ആന്റണിയുടെ കൂടെ പോവുക എന്നൊക്കെ പറഞ്ഞതൊരു വലിയ അനുഭവമാണ്. ഇപ്പൊ അങ്ങനെ ആരെയൊക്കെ വരാറുണ്ടോ? നമ്മളായല്ല ഇപ്പോഴത്തെ കാലം രമേശ് ചെന്നിത്തല കഴിഞ്ഞ നാൾ ഞാൻ കണ്ടത്. പിന്നെ നമ്മുടെ ഇടുക്കിയില് പിന്നെ ജോർജ് കരിമറ്റം മരിച്ചു. അതിന്റെ ഒരു പുള്ളിയുടെ ഒരു പട അനാച്ഛാദനം. ഒരു കോൺഗ്രസ്സുകാരനാണ്, ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അപ്പൊ പുള്ളി പ്ലാന്ററുമാണ്, യൂണിയൻ നേതാവുമാണ്. മരിച്ചു പോയപ്പം ഒരു പട അനാച്ഛാദനമുണ്ട്. അപ്പൊ പടം ഞാൻ എടുത്തു. അപ്പൊ ഇവരെന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയപ്പോ ഞാൻ പുളിയമ്പല ജംഗ്ഷനിലാണ്. ഭയങ്കര ആളും ഇങ്ങനെ ജംഗ്ഷനിലല്ല, അതൊരു ഓളോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി രമേശനെ കണ്ടു കഴിഞ്ഞോണ്ട് കൈകൊണ്ട് മനസ്സിലായി. കണ്ടപ്പോ അപ്പൊ അത് അവിടെ ഒരു വലിയ സംഭവമായി. അവിടെ എന്നെ അറിയാം. പക്ഷെ എനിക്ക് എങ്ങനെയാ രമേശ് ഇത്രയും ഇതായിട്ടുള്ള എന്നെ ഇങ്ങനെ വിളിച്ചു. ഉടനെ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ 2 പേര് മാറി തന്നു. ഞാൻ അവിടെ ഇരുന്നു. അത് ഒരു വലിയ ദൈവാധീനാണ്. അപ്പം പണ്ടത്തെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷന്റെ സമയത്താണേലും ഇപ്പോഴത്തെ ഇപ്പം ഒരു നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണ്? ഇപ്പോഴത്തെ സ്റ്റൈല് വേറെ, അന്നത്തെ സ്റ്റൈല് വേറെ. അന്ന് പറഞ്ഞില്ലേ, ഇന്നൊരു കട്ടൗട്ട് ചെറുത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊരു കട്ടൗട്ട് വലുത് പോകും. അപ്പൊ ഇപ്പം അതെല്ലാം മാറിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞു ബോംബെയിൽ ഒരു ഇലക്ഷന് ഞാൻ അവിടെ ബോംബെയിലുണ്ടായിരുന്നു. പടയെടുക്കാൻ പോയ ബിസിനസ് ആവശ്യത്തിന് പോയതാണ്. ഒന്നും അറിയില്ല. അവിടെ ഒരു പോസ്റ്റർ ഇല്ല, ഒന്നും യാതൊന്നുമില്ല. ഇത് ഞാനൊരു 10 കൊല്ലം പുറകിലുള്ള കാര്യമാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു കുറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒന്നുമില്ല, പഴയതുപോലെ ഒന്നുമില്ല. മറ്റേത് പ്രസംഗം, കവലകിഴി പ്രസംഗം, വീട് വഴി കയറുന്നു, നോട്ടീസ് കൊടുക്കുന്നു. ഇപ്പൊ ഈ ഇലക്ഷൻ വന്നിട്ട് ഞങ്ങളുടെ ഒന്നും അടുത്ത് ഒരു നേതാക്കന്മാരും വന്നിട്ടില്ല. ഇപ്പൊ ഫോണുണ്ട്, ആരും വന്നിട്ടില്ല. അപ്പം മറ്റേ നമ്മുടെ നേതാക്കളൊക്കെ വന്ന് ഫോട്ടോസ് മറ്റേത് പിന്നെ എല്ലാ ആൾക്കാരും വരും. പിന്നെ വീടുകൾ തോറും വരും. ഇപ്പം അത് ഉണ്ടായിരിക്കാം, അവരോരോന്ന് കയറിക്കൊണ്ട് വരുമോ. ഇത്രയും സ്ഥലമല്ലേ, ഈ ചൂടും ഒക്കെ അല്ലേ. അപ്പം പി സി ചാക്കോ ഒക്കെ ഇടിക്കുന്ന PC ചാക്കോ പറയും, എന്റെ പൊന്നും കൃഷ്ണൻകുട്ടി പിന്നെ ഇടുക്കിയില് പുള്ളി നിന്നു. ഇത്രയും ഭാരിച്ച ഒരു ജോലിയില്ല ഏറ്റവും വലിയ മണ്ഡലം എല്ലായിടത്തും ചെന്നെത്താൻ ഭയങ്കര പ്രയാസമുള്ള. പിന്നെ പൈസ മുടക്ക്, ഏറ്റവും കൂടുതൽ പൈസ മുടക്ക് ഇടുക്കിയിലാന്നാണ് PC ചാക്കോ പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടുക്കിയിലൊക്കെ നിന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയ ജോലിയാണ്. പിന്നെ അന്നൊന്നും പിന്നെ MP മാർക്കൊന്നും പൈസയോ മറ്റു കാര്യങ്ങളില്ലല്ലോ. ഇന്നിപ്പോ അതല്ല, അവർക്ക് ഇത്ര കോടി രൂപ ഉണ്ട്, അത് മണ്ഡലത്തിൽ ചെലവാക്കണം. പക്ഷെ അത് ചെലവാക്കാത്ത MP മാരെ അവര് ചെലവാക്കി ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് ഇത്ര കോടിയുണ്ട്, ആ കോടി ചെലവാക്കണ്ടേ. ചെലവാക്കുന്നവരും എടുക്കണം. ഇപ്പൊ ചാഴികാരനൊക്കെ അന്തസ്സായിട്ട് ചെലവാക്കി, മറ്റുള്ളവരൊക്കെ ചെലവാക്കി എന്ന് പറയുന്നു. അതാണ്. ഈ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്തവണത്തെ ഒരു മാറ്റമാണോ അതോ? നമുക്ക് ഇത്തവണത്തെ മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല, യാതൊന്നും പറ്റത്തില്ല, ഒന്നുമില്ല.
ഒന്നും ആ മനുഷ്യന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാല് നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാര് ഒത്തിരി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ചിന്താഗതിയിൽ. നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാര് എങ്ങോട്ടും അറിയുന്നു അവര് വേറെ കാര്യം ഇന്ന ആൾക്കൊന്നും നമുക്കൊരു മുൻതൂക്കം പറയാൻ പറ്റും. അവരുടെ മനസ്സിലിരിക്കുന്നത് പിന്നെ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എപ്പോഴും അങ്ങോട്ടും. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. അതൊക്കെ മാറിപ്പോയി. അവരാർക്ക് കൈ കുത്തുന്നു അങ്ങോട്ട് പറയും, അതിൽ യാതൊരു തർക്കവും ഇല്ല, ഒരു സർവേയും വേണ്ട. നമ്മൾ പ്രവചിക്കുന്ന ചൂട്ടൊന്നും നടക്കാനും ഒന്നും ഈ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമതികളായിട്ടുള്ള രാഷ്ട്രീയമില്ലാത്ത ആൾക്കാര് ആർക്ക് വോട്ട് ചെയ്യുന്നോ കൂടുതലും അവർ ജയിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പഴയ ഓർമ്മകളോ എന്തെങ്കിലും ഒരു രസകരമായ എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനായിട്ട് പറ്റുമോ? പഴയ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇലക്ഷന് പോകുമ്പോഴേ അന്നത്തെ കാലത്ത് നമ്മുടെ KM റോയി, കുറിയാക്കോസ് ഞങ്ങളെല്ലാം ഒന്നിച്ചാ പോകുന്നു. അതൊരു ചേഞ്ചാ. അന്ന് പ്രസ് ക്ലബിൽ നിന്ന് ഇലക്ഷന് പോകുന്ന ഒന്നിച്ചാ, മൂവാറ്റുപുഴ, തൊടുപുഴ ഇങ്ങനെയൊക്കെ പോകുന്ന വെച്ചാൽ പ്രസ് ക്ലബിൽ നിന്ന് ഒന്നിച്ചാ പോകുന്നത്. എന്നിട്ട് അവിടെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. ഒന്നിച്ചു പോയാലും തപ്പിയെടുത്ത് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഈ ചങ്ങനാശ്ശേരി NSSല് സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ചങ്ങനാശ്ശേരി NSS കോളേജിൽ മന്മഥ് സാർ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സിനെ അകത്ത് കയറ്റൂല. ചെറിയൊരു പ്രശ്നം എന്തോ അവിടെ ഉണ്ടായതാണ്. പിന്നെ അതുപോലെ തന്നെ കിടങ്ങൂര് കളത്തിൽ വേലായുധ നായർ സാറ് പിന്നെ NSS ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലം, അത് കഴിഞ്ഞ് കിടങ്ങൂരിന്റെ കാലം, ഈ രണ്ട് കാലവും മുഴുവൻ ഫോട്ടോയും എടുക്കുന്നത് ഞാനാണ്, പത്രത്തിൽ കൊടുക്കുന്നത് ഞാനാണ് കൊടുക്കുന്നത്. അപ്പൊ ആ പത്രത്തിന് കൊടുക്കുന്നതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പൊ ഒന്നും അറിയില്ല, ഞാൻ പത്രത്തിന് പടം കൊടുക്കും. അപ്പൊ ചിലപ്പോ എന്നാ വെച്ചാൽ മനോരമ അന്നേരം ഭാർഗവനാരാണ്. അപ്പം ഭാർഗവനാരിയേട്ടൻ പറയും, കൃഷ്ണൻകുട്ടി ഞങ്ങളൊന്നും ഇവിടുന്ന ആളില്ല, ഒരു പടം ഞങ്ങൾക്ക് തന്നേക്കണം. അപ്പൊ ഒരു എക്സ്ക്ലൂസീവ് പടമായിട്ട് അത് അവർക്ക് കൊടുക്കും. പിന്നെ ഇങ്ങനെ പടമെടുത്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് എന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഇപ്പോഴും ആ ഒരു വ്യക്തിബന്ധം എല്ലാവരുമായിട്ടും ഇപ്പോഴും. അപ്പൊ നമുക്ക് ആ പഴയ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? പഴയ ചിത്രങ്ങൾ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് PS ജോൺ, TS മുസ്തഫ, പിന്നെ തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ള, അന്നത്തെ കോൺഗ്രസിന്റെ സേവാദൾ ക്യാപ്റ്റൻ, ഒരുപാട് വർഷം. ഇത് ഇന്ദിരാഗാന്ധി എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഇന്ദിരാഗാന്ധി ഇതുപോലെ തന്നെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ എടുത്തിട്ടുള്ള ഇത് സെയിൽസിങ് പാലായിൽ ഒരു പരിപാടിക്ക് വന്നു. ഇത് നമ്മുടെ മനോരമ KM സാർ മത്തുകുടിച്ചാന. ഇത് ഇലക്ഷന് വന്നപ്പം കരുണാകരൻ, ഇന്ദിരാഗാന്ധി എന്തും മാത്രം അവര് തമ്മിൽ അടുപ്പമാണെന്നുള്ളത് നോക്കി. ഇത് മാത്രം കണ്ടാൽ മതി. കരുണാകരനും ഇന്ദിരാഗാന്ധിയോട് എന്തും മാത്രം അടുപ്പമാണ്. ഈ പടത്തിനൊരു പ്രത്യേകത, ഈ ഗാന്ധിയുടെ പടം വേറെ ഒന്നും ഇല്ല. ഇത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവിടെ പാലസിലുള്ള അവിടുന്ന് എന്റെ ക്യാമറ ഉണ്ട്, അവിടെ മാത്രമേ ഈ പടം ഉള്ളൂ. ഈ പടം വേറെ ഒന്നും ഇല്ല, ആരുടെയും കയ്യിലില്ല. എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടുന്ന് അറിയാതെ ഇങ്ങനെ എന്റെ ക്യാമറ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എടുത്തത്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇവര് മുഴുവൻ. പേര് പറഞ്ഞു കഴിഞ്ഞാൽ സകല ആൾക്കാരും ഉണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി, G രാമൻ നായർ, പിന്നെ പുള്ളി ആലപ്പുഴ, PC ചാക്കോ, MM ഹസൻ, KC ജോസഫ്, പിന്നെ പുള്ളി നമ്മുടെ എല്ലാ ആൾക്കാരും എല്ലാവരും ഉണ്ട്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇതെവിടെ വെച്ച്? ഇത് എറണാകുളത്തെ അന്നത്തെ ഗസ്റ്റ് ഹൗസ് കേമാണി. ഇത് ഇലക്ഷന്റെ സമയത്ത് വന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ. ഇത് എനിക്കൊരു അവാർഡ് കിട്ടിയതാണ്. ഒരു കോട്ടയത്ത് ഫോട്ടോ ജേർണലിസ്റ്റ് സ്പോർട്സിന്റെ ഒരു ഓൾ ഇന്ത്യ അവാർഡ്, മനോരമയുടെ ഒരു ഓൾ ഇന്ത്യ അവാർഡ് കിട്ടിയതാണ്. ഡൽഹിയിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ പടമായത്. പോയി എടുത്തോ? ഞാൻ ഡൽഹി പോയപ്പം എടുത്തുള്ളപ്പം പിള്ളേരെല്ലാം കൂടെ വിളിച്ചോണ്ട് വന്നാ. അത് ആദ്യം പടമെടുക്കാൻ വന്നപ്പോഴത്തേക്ക് പിള്ളേരുടെ ഷർട്ട് കീറുക. അന്ന് നടന്നില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാ വന്നു ഷർട്ട് കീറി. ഞാൻ പറഞ്ഞു ഷർട്ട് കീറുക. അപ്പൊ പിന്നെ എടുക്കാവുന്ന ചാടി ഉള്ളിൽ കയറി വണ്ടിയിൽ കയറി പോയി. അതാണ് സംഭവം. കരുണാകരന്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കൊല്ലം ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം പുള്ളിയുടെ നടക്കുമ്പം വലത്തെ കാലും പുറകെ കാലിലും ഉള്ള ആ ഒരു ഫീറ്റ് കിട്ടണം, അടി. അത് നോക്കിയതാ. പക്ഷേ ശബരിമല വെച്ച് എനിക്ക് കൃത്യമായിട്ട് കിട്ടി. അങ്ങനെ എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അമിതാഭ് ബച്ചൻ ശബരിമലയ്ക്ക് വന്നപ്പോൾ എടുത്തിട്ടുള്ള. ആ സമയത്ത് ഞാൻ ശബരിമല പോകുമല്ലോ. നമ്മൾ ശബരിമലയ്ക്ക് പടമെടുക്കാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അല്ലല്ലേ, ഞാൻ ശബരിമലയ്ക്ക് പടത്തിന് പടമെടുക്കാൻ പോവാം. അപ്പം ഇവരെ ഇതെന്ന് അറിഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് പോയതാ. നട കയറുന്ന പടം. സെയിൽസിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ വന്ന ഒരു രാമപുരത്ത് ഒരു ഫംഗ്ഷൻ വന്ന
CM സ്റ്റീഫൻ ഇവരെല്ലാവരും കൂടെ കെ കരുണാകരൻ, അന്നത്തെ കോട്ടയം MLA ശ്രീനിവാസൻ, കോട്ടയം കളക്ടർ, ഇത് ഇന്ദിരാഗാന്ധി ഈ ബൊക്കെ ഒക്കെ എറിഞ്ഞു കൊടുക്കുന്നത്. പാലായിൽ ഇലക്ഷൻ പാലാ ഇലക്ഷൻ ഒന്നാ. ഇത് തിരുവഞ്ചൂരിന്റെ കല്യാണം കെ കരുണാകരൻ ശബരിമല വന്നിട്ടുള്ള ഒരു പടം. ശബരിമല വന്നപ്പോ പത്രക്കാരിൽ കണ്ടാവും മാടവന ബാലകൃഷ്ണൻ. ഇത് പഴയ ആന്റണിയാണ്. ഇതിവിടെ മത്സരിക്കുന്ന സമയത്ത് ഇത് പുള്ളി ഇലക്ഷന് മത്സരിക്കാൻ നേരത്ത് വന്ന് എടുത്തതാണ്. കോട്ടയത്ത് KPC പുള്ളി DCC പ്രസിഡന്റും ഒക്കെ ആയിരുന്നല്ലോ ആ കാലം. ഇത് PJ ജോസഫ്. ഇത് ഇലക്ഷന് മത്സരിക്കുന്ന ഇതെല്ലാം അങ്ങനെ എടുത്തു. ഇത് പഴയ ഫോട്ടോ. പഴയ ഫോട്ടോ. ഇത് പണ്ട് ആദ്യകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മറ്റേ ബാക്കിയുള്ള കൂടെ ഉണ്ട് പുള്ളിയുടെ. തിരുവഞ്ചൂരാണ്. ഇത് നമ്മുടെ ഉഴവൂർ മിഷൻ, വൈക്കം മിഷൻ, വഴക്കനൊക്കെ അന്ന് ഇവിടെ വന്നപ്പോ. അതെ. ഇത് ഞാന് തിരുവഞ്ചൂര് ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ലളിതകലാ അക്കാദമിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മൂന്നാറിലെ. അപ്പൊ ഞാൻ ലളിതകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു. ആ സമയത്ത് ഒരു പരിപാടി മൂന്നാറിൽ വെച്ചതാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാമറ മേടിച്ചു പുള്ളി ഇത് എടുക്കുന്നതാണ്. സ്റ്റുഡിയോ വന്നിട്ട് എടുത്തൊരു പടം. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അതെ. ഇത് ഉമ്മൻചാണ്ടിയുടെ പഴയ ഫോട്ടോ. നമ്മുടെ അടൂർ പ്രകാശ് മന്ത്രി ആയിട്ടിരിക്കുമ്പോ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. പുള്ളിക്കൊന്നും ഈ പടം എന്റെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പം പഴയ കാലത്തിനെക്കാട്ടി ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോ കച്ചവടം ഏതെങ്കിലും തരത്തില് കുറയുക, അങ്ങനെ എന്തെങ്കിലും കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? പഴയ നമ്മളെ കോവിഡോട് കൂടി എല്ലാ ബിസിനസ്സുകളും പോയി. ആ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എല്ലാരെയും ബാധിച്ചു. പിന്നെ ഇപ്പം തന്നെ ഒരു പാസ്പോർട്ട് ഫോട്ടോ വേണമെന്ന് പറഞ്ഞാല് അവരെവിടെ നിന്ന് ഒരു മൊബൈലിൽ എടുക്കും, എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഒരു കോപ്പി എടുക്കും. അങ്ങനെയൊക്കെയായി കാലം മാറിപ്പോയി. ഫോട്ടോഗ്രാഫിയുടെ എല്ലാ അതിന്റെ കാലം ടെക്നോളജി മാറിപ്പോയി. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആ ടെക്നോളജി ഉണ്ട്. പക്ഷെ അത് വേറെ രീതിയിലോട്ടൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംവിധാനം പോലെ ആയിപ്പോയി. പക്ഷെ ഇലക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഒരു മോഡലിംഗ് ഒക്കെ അറിയാവുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ വന്ന് പടം എടുത്താവും ഭയങ്കരമായിട്ട് ബില്ല് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല ഭയങ്കരമായിട്ട് ബില്ല് ചെയ്യും. ഒരു അസൈൻമെന്റ് എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു അസൈൻമെന്റിന് അതുപോലെ പിന്നെ രാഷ്ട്രീയത്തിന്റെ ആയതുകൊണ്ട് നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പടം എടുത്തില്ല. ഞാൻ ഇന്നിപ്പോ ഒരു പെൺകുട്ടിയുടെ ഒരു മോഡലിംഗ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു 15,000 രൂപ 20,000 രൂപ ചെയ്യും. എന്നിട്ട് CD കൈ കൊടുത്തു. വേറെ പ്രിന്റോ വേറെ വർക്കുകളോ ഒന്നുമില്ല. അത് ചിലപ്പോൾ 25,000 50,000. മോഹൻലാലിന്റെ പടം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് പടം എടുക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ 50,000 ചിലപ്പോൾ 1,00,000 രൂപ എനിക്ക് കിട്ടും. അതാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ നാളിൽ മോഹൻലാലിന്റെ പടം എടുക്കാൻ പോയിരുന്നു വീട്ടില്. പഴയ പരിചയം പറ്റില്ല. അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്ന പറഞ്ഞാൽ പിന്നെ മേക്കപ്പ് മാൻ പറഞ്ഞു, സാറേ 15 മിനിറ്റ് എടുക്കാവുള്ളൂ, ഒത്തിരി പേര് ഇങ്ങനെ കാണാനും ഒക്കെ ഉണ്ടെന്നു. ശരി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് 28 മിനിറ്റ് കിട്ടി. ഞാൻ 140 ഫോട്ടോ എടുത്തു. അത് പുള്ളിക്കൊരു ആൽബം ഒക്കെ ഞാൻ ഈ കഴിഞ്ഞാണ് കൊടുത്തത്. അദ്ദേഹമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഉണ്ട്. ഈ ഒരു മാസം 80ാമത്തെ ഏപ്രിൽ 28 80 വയസ്സാകുക. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ 19-20 വയസ്സിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞ് എൻ്റെ സ്വന്തം ഒരു 1 man ഷോയിൽ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ വന്ന ഒരാളാണ്. 80 വയസ്സായി. ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ പല ആൾക്കാരും ബുക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളിലാണ് മോഹൻലാലിൻ്റെ പോയി കുറേ ഫോട്ടോ എടുത്തത്. പിന്നെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതിന് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. ഒരു സമയത്ത് ധാരാളമായിട്ട് പോകുമായിരുന്നു. ഇപ്പം പിന്നെ വളരെ അത്യാവശ്യമായിട്ടേ പോകുന്നുള്ളൂ. സ്റ്റുഡിയോയൊക്കെ നോക്കി പോകുന്നു. പിന്നെ ഞാനൊരു ബുക്ക് പല ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജീവചരിത്രം ഞാൻ നമ്മുടെ ഒരു അനുഭവം ഈ പറഞ്ഞ ഇലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് പ്രസിദ്ധീകരിക്കാനാണോ? എന്തോ അന്ന് ജന്മദിനത്തിന്റെ അന്ന് തന്നെ പ്രസിദ്ധീകരിക്കാനാണ്? ഇല്ല, കുറച്ചുകൂടെ സമയം എടുക്കും.
അപ്പം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. എന്താണ് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഒരു അവസാനം നല്ല പാർട്ടികൾ ജയിക്കട്ടെ, നാട് നന്നാക്കാനുള്ളൊരു വരട്ടെ. നാട് നന്നാക്കാനുള്ളൊരു വരണം. അതാണ് നമുക്ക് നാട് നന്നാക്കണം. ഇപ്പൊ കോട്ടയം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കോട്ടയം, ഞാൻ ഇത്രയും വർഷമായി കോട്ടയത്ത് വന്ന, ഇന്നും കോട്ടയത്തെ ആ പഴയ ഇത് തന്നെ കിടക്കുന്നു. ഇന്ന് കോട്ടയത്തെക്കായാലും പുരോഗമിച്ചു ഏറ്റുമാനൂര്, പിന്നെ കോട്ടയത്തെക്കായാലും പുരോഗമിച്ചു പാമ്പാടി, കോട്ടയത്തെക്കായാലും പുരോഗമിച്ചു പിന്നെ തിരുവല്ല, തൊടുപുഴ. കോട്ടയം ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. പഴയ രീതി അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഒന്നും കോട്ടയത്തിനൊന്നും ചെയ്യത്തില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ ചിലപ്പം തിരുവഞ്ചൂർ വന്നു നല്ല പണിയൊക്കെ ചെയ്തു കേട്ടോ, ഇല്ല അത് വേറെ കാര്യം ചെയ്തു. പക്ഷെ പിന്നെ അങ്ങില്ല, തിരുവഞ്ചൂർ വന്നു നന്നായിട്ട് അതിന് കണ്ടിന്യൂറ്റി ഇല്ലാതെ, അപ്പൊ പിന്നെ അവര് വേറെ ഒന്നും ചെയ്യിക്കത്തില്ല. അപ്പൊ ഇതിങ്ങനെ മാറി മറിഞ്ഞു പറ്റില്ല. അതിന്റെ കോട്ടയത്തിന്റെ ഒരു കോട്ടയത്തിന് ഒന്നുമില്ല. പണ്ട് എങ്ങനെയാ, പണ്ടൊരു അവാർഡ് നൈറ്റ്, എനിക്കറിയാം സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു സിനിമയുടെ ഒരു അവാർഡ് നൈറ്റ് വെക്കുവാണെങ്കിൽ കോട്ടയത്തെ വെക്കുള്ളൂ, കോട്ടയത്തെ ആള് കിട്ടുള്ളൂ. അന്ന് കാലിക്കട്ടിന് ആള് കിട്ടുകയില്ല. പറഞ്ഞ മനസ്സിലായോ? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചാലുമാണ് കോട്ടയത്താണെന്നതിനാള്. കോട്ടയമാണ് അത്ര ഒരു പ്രമുഖ നഗരമായിരുന്നു, ഇന്നത് പോയി. ഇനിയിപ്പം ഉണ്ടായി വരണം, അത്രേ ഉള്ളൂ. അതേസമയം സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു ഇഷ്ടം പോലെ പൈസയുണ്ട്, നിങ്ങൾക്ക് തരാം. അവിടെ ഇരിക്കുന്നവർക്ക് മേടിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ, അവർ പറയുന്നത് ശരിയാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ശരി, ഇത്തവണത്തെ ഇലക്ഷനിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാരെ ആർക്ക് വോട്ട് ചെയ്യും, അവരേ ജയിക്കത്തുള്ളൂ. അതൊന്നും നമുക്ക് പറയാൻ, അവരുടെ മനസ്സിലിരിക്കുന്ന എന്നാണെന്ന് നമുക്കറിയത്തില്ല. അതാണ് ഇത്തവണത്തെ ഇലക്ഷൻ. നമ്മൾ ബാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെങ്ങോട്ട് പറയുന്നു അതാണ്. അതുകൊണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നോക്കുമ്പോൾ പഴയ പോലെയല്ല, വളരെ രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമുള്ളത് കുറച്ച് കുറവാ. ഇല്ലാത്തവരോട് അവരങ്ങോട്ട് പറയുന്നു, അവര് ജയിക്കും, അവര് ജയിക്കട്ടെ, ഇതേ പറയാറുള്ളൂ. ഞങ്ങളോട് ഇത്ര നേരം സംബന്ധിച്ചതിനും വളരെ നന്ദി. നമസ്കാരം. എന്തായാലും കൃഷ്ണേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്ന് ജാഗ്രത ന്യൂസുമായി അദ്ദേഹം പങ്കുവച്ചത്. ഇങ്ങനെയുള്ള ഓർമ്മകളും വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.